സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ പറയാമെന്ന് നോക്കാം. ഞാൻ ഈ വിദ്യാലയത്തിലെ 30 കൊല്ലം അധ്യാപകനാണ്. 1964 തൊട്ട് 94 വരെ എന്നോട് ജോലി ചെയ്തു. ആ ജോലിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ സ്കൂളന്ന് ഈ കെട്ടിടത്തിൻ്റെ മനോഹാരിതയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന ഒരു പഴയ അങ്ങേ ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് പഴയ കെട്ടിടങ്ങളാണ്. അതെനിക്ക് എൻ്റെ ഓർമ്മകളിലൊരു വലിയ കാര്യം എന്ന് പറഞ്ഞത്, ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ തീപിടിച്ചു. ആരോ എന്തോ പടക്കത്തിൻ്റെ ഒരു എന്ന ഓലക്കെട്ടിലായിരുന്നു. തീപിടിച്ചു പോയിട്ട് അത് കെടുത്താനായിട്ട് ആരും വന്നില്ല. അവസാനം ഞാൻ തന്നെ എത്തിച്ച് തരേണ്ടി വന്നു. ഞാൻ കയറി വന്നപ്പോഴേക്കും നാട്ടുകാരൊക്കെ വന്നു വരും. അവർ വന്നിട്ട് ചെയ്ത രീതിയിൽ ഈ വെള്ളം ഒഴിച്ച് മണൽ കഴിഞ്ഞിട്ട് ഈ തീയിൻ്റെ അവിടെ ചേർന്നതാണ്. അത് മുഴുവൻ എൻ്റെ മേത്തേക്ക് വന്നു വീഴുന്നു. ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അന്നൊരു ആനി ടീച്ചറുണ്ടായിരുന്നു ഇവിടെ. ആനി ടീച്ചർ പോയിട്ട് ഞങ്ങളുടെ അന്ന് ഒരു ഫോട്ടോഗ്രാഫിനും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വസ്ത്രമൊക്കെ മാറണമെന്ന് പറഞ്ഞിട്ട് അവരവരുടെ ഹസ്ബൻഡിൻ്റെ വസ്ത്രമൊക്കെ ഉള്ളപ്പോൾ എടുത്തത് പിന്നീടുള്ള പ്രവർത്തികൾക്ക് ഇടുന്നത്. അങ്ങനെ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളെ അധ്യയന യാത്രയ്ക്ക് കൊണ്ടുപോയി ഞാനാണ്. അതിന് എല്ലാ കൊല്ലവും അധ്യയന യാത്രയ്ക്ക് കൊണ്ടുപോയിരുന്നു. അധ്യയന യാത്ര ജീവിതത്തിൽ വലിയൊരു പഠന കേന്ദ്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയും അവയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ജിജ്ഞാസയുടെ ജിജ്ഞാസ എപ്പോഴും കെടാതെ ഒരു വിളക്ക് മാതിരി കൊണ്ടുനടന്നാൽ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടാവുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ കൊടുങ്ങല്ലൂരിലെ ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്നും എൻ്റെയാണ്. ആ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ ഞാൻ റെഫറൻസ് ബുക്കുകൾ ധാരാളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ അടുക്ക ധാരാളം ആൾക്കാരൊന്നും സംശയങ്ങൾ ചോദിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ടാക്കുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ടായിരുന്നു. അത് ഒരു വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ജനഗണമന ശരിക്കുമല്ല നമ്മുടെ ദേശീയഗാനം ടാഗോറിൻ്റെ ദേശീയഗാനം ചൊല്ലാൻ പോലും പലർക്കും അറിയില്ല. അധ്യാപകർക്കും ഒന്നും അറിയില്ല. ആർക്കും അറിയില്ല. ഞാൻ